റോയിയാണ് മദർ. ഓ, സുഖമായിരിക്കുന്നു. ഇവിടെ ഉണ്ട്, ഞാൻ കൊടുക്കാം. ആ ശരി. ആ, ബാംഗ്ലൂരിൽ നിന്ന് മദറാ, സംസാരിച്ചോളൂ. ഹലോ ആ ഹലോ ഹലോ ഹലോ, ഞാൻ സിസ്റ്റർ വിമലയാണ്. മനസ്സിലായി മദർ. എപ്പോഴാ ഇങ്ങോട്ട് തിരിക്കുന്നത്? നാളെ ഈവനിങ്ങിലുള്ള വണ്ടിക്ക്. അപ്പോൾ ഡേ ആഫ്റ്റർ ടുമോറോ നമുക്ക് കാണാം. ശരി മദർ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നാളെ തന്നെ ബാംഗ്ലൂർക്ക് തിരിക്കുന്നുണ്ടോ? അത് പറയാനാ മദർ ഇപ്പൊ വിളിച്ചത്. എങ്കിൽ ഒരു ഗ്ലാഡ് ന്യൂസും കൂടെ ഉണ്ട്. എന്താടാ? അത് കേൾക്കുമ്പോ റീനാമയ്ക്ക് സന്തോഷാവുന്നറിയാം. നീ കാര്യം എന്താന്ന് വെച്ചാ പറ. നാളെ റീനാമയോടൊപ്പം ഞാനും വരുന്നു ബാംഗ്ലൂർക്ക്. റിയലി? ആ, ചേംബർ ഓഫ് സൈക്കോളജിയുടെ 2 days ക്യാമ്പ് ബാംഗ്ലൂർ നടക്കുന്നുണ്ട്. എല്ലാ വർഷവും ഇൻവിറ്റേഷൻ വരുന്നതാ. ഇത്തവണ എന്തായാലും പോകാന്ന് വെച്ചു. ഇവിടെ നിന്ന് ബാംഗ്ലൂർ വരെ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. അവിടെ ചെന്ന ശേഷം 2-3 ദിവസം ഒരുമിച്ച് സ്റ്റേ ചെയ്യുന്നു. ദെൻ അവിടെ വെച്ച് നമ്മൾ രണ്ടായി പിരിയുന്നു. എന്താ, സന്തോഷായില്ലേ? കർത്താവ് അത്രയെങ്കിലും കരുണ എന്നോട് കാട്ടിയല്ലോ, അത് മതി. റീനാമ ബാംഗ്ലൂർക്ക് പോകുന്നത് കൊണ്ടാ തിടുക്കത്തിലാണെങ്കിലും ഞാൻ ഈ യാത്രയ്ക്ക് തയ്യാറായത്. ഒരുപാട് ആശിച്ചല്ലേ എൻ്റെ അടുത്ത് വന്നത്. ഞാൻ ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ ദൈവം എന്നെ ശിക്ഷിക്കും. എന്നെ കരുതി നീ ബുദ്ധിമുട്ടുകയൊന്നും വേണ്ട. നിന്റെ ഈ തിരക്കും സൽപ്പേരും ഒക്കെ കണ്ടാൽ മതി എനിക്ക്. സന്തോഷായി മോനെ. എന്റെ റോയ് കുഞ്ഞ് ഒരു വലിയ ആളായല്ലോ, അത് മതി എനിക്ക്, അത് മാത്രം മതി. എല്ലാറ്റിനും മദറമ്മയോടാ നമ്മൾ കടപ്പെട്ടിരിക്കുന്നത്. നമ്മളെ ഇവിടെ വരെ കൊണ്ട് എത്തിച്ചത് മദറമ്മയാ. നീ കഴിക്കേ. കുറച്ച് പണമായത്, ഇതിരിക്കട്ടെ. വേണ്ട മാഡം, അത്യാവശ്യത്തിനുള്ളതൊക്കെ ഞാൻ കരുതിയിട്ടുണ്ട്. പിന്നെ പണത്തിന്റെ ആവശ്യം തീരെയില്ലാത്തൊരു യാത്രയാണല്ലോ ഇത്. ചെല്ലുന്ന പുണ്യസ്ഥലങ്ങളിലെല്ലാം നിവേദ്യം ഉണ്ടാവും, തല ചായ്ക്കാനിടവും. പിന്നെന്തു വേണം? എന്നാലും ഇരുന്നോട്ടെ ടീച്ചർ. പിന്നെ ഇവിടുത്തെ ഫോൺ നമ്പറും അഡ്രസ്സും ഒക്കെ ഞാനിതിൽ കുറിച്ചിട്ടുണ്ട്. എന്തുണ്ടെങ്കിലും അറിയിക്കാൻ മറക്കരുത്. മേ ഐ കം ഇൻ മാഡം? വരൂ. ഇരിക്കണം. താങ്ക് യു. ഞാൻ കരുതി അമ്മ ഇപ്പോൾ പോയിട്ടുണ്ടാവുമെന്ന്. വരുന്ന വഴിക്ക് ബൈക്കിൻ്റെ ടയറൊന്ന് പഞ്ചറായി, അതുകൊണ്ടാണ് താമസിച്ചത്. ഏതായാലും ഇറങ്ങുന്നതിന് മുമ്പൊന്ന് കാണാൻ കഴിഞ്ഞല്ലോ, അത് തന്നെ ഭാഗ്യം. ഇതമ്മേ, ഇതിരുന്നോട്ടെ. ഇതിലെൻ്റെ നമ്പറുണ്ട്. എന്താവശ്യമുണ്ടെങ്കിലും വിളിച്ചാൽ മതി. എവിടെയാണെങ്കിലും ഞാനങ്ങ് എത്തിക്കോളാം. രൂപ ധനപാലന്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. മാഡം തന്ന രൂപയുണ്ട്. അയ്യോ, അതൊന്നും വേണ്ടായിരുന്നു. മാഡത്തിന്റെ കയ്യിൽ നിന്നൊക്കെ വെറുതെ.
അല്ല, കാര്യങ്ങളൊക്കെ അമ്മ മേഡത്തിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? തറവാട്ടിൽ തിരികൊളുത്തുന്ന കാര്യ. എന്നാ ഞാനിനി വൈകിക്കുന്നില്ല. ഇറങ്ങിക്കോട്ടെ മാഡം. അമ്മയുടെ ബാഗൊക്കെ അതൊക്കെ മീനാക്ഷി എടുത്തു വച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് മദർ. എത്തിയോ? ഇരിക്കൂ. യാത്രയൊക്കെ സുഖമായിരുന്നോ മക്കളെ? സുഖമായിരുന്നു. മാർഗരറ്റിന്റെ മുഖം കണ്ടിട്ട് എനിക്കങ്ങനെ തോന്നുന്നില്ലല്ലോ. എന്തു പറ്റി? എന്തൊക്കെയോ മനസ്സിൽ കിടന്ന് നേറുന്നുണ്ടല്ലോ. അത് യാത്രാക്ഷീണം കൊണ്ടാണ് മദർ. അല്ല, മുഖം മനുഷ്യന്റെ കണ്ണാടിന്നൊരു ചൊല്ലുണ്ട്. എനിക്ക് ചിലത് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് ഈ മുഖത്തുനിന്ന്. എന്താ, ശരിയല്ലേ? വേണ്ട, പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ നിർബന്ധിക്കുന്നില്ല. എല്ലാം കർത്താവിൻ്റെ താല്പര്യങ്ങളല്ലേ. നന്മകൾ മാത്രം ചെയ്യാൻ നോക്കുക. ദുഃഖിക്കുന്നവരുടെ കണ്ണീരൊപ്പുക. ഞാൻ എന്നും അങ്ങനെയേ ചെയ്തിട്ടുള്ളൂ. കർത്താവിന് നിരക്കാത്തതായിട്ട് ഞാൻ ഒന്നും പ്രവർത്തിച്ചിട്ടില്ല മദർ. അത് ശരി. ആട്ടെ, മേരി മാത ഓർഫനേജൊക്കെ എങ്ങനെ നടക്കുന്നു? വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് മദർ. അവിടുത്തെ തിരക്കിനിടയിൽ നിന്ന് ഓടിയെത്തിയത് മദറിനെ കൂടി ഒന്ന് കാണാൻ വേണ്ടിയാ. നന്നായി. എനിക്കും മാർഗരറ്റിനെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. റോയ് കുഞ്ഞിവിടെ ചേച്ചിക്ക് കൂട്ടി വന്നാണോ? അല്ല മദർ, ചേംബർ ഓഫ് സൈക്കോളജിയുടെ 2 days ക്യാമ്പുണ്ട് ഇവിടെ. അതിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാ. ഓ, അത് ശരി. യാത്രാക്ഷീണം ഉണ്ടാവും രണ്ടാൾക്കും. ഇവിടെ ക്വാർട്ടേഴ്സിൽ റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട്.
രണ്ടാളും പോയി വിശ്രമിച്ചോളൂ. നമുക്ക് നാളെ രാവിലെ കാണാം. ശരി മദർ. ശരി മദർ. എന്താ റീനാമ്മേ, ഉറങ്ങുന്നില്ലേ? ഈ അടുത്ത കാലത്തായി എനിക്ക് ഉറക്കം തീരെ കുറവാ റോയ് കുഞ്ഞെ. മദർമ്മ പറഞ്ഞത് കറക്റ്റാ. റീനാമ്മയെ കാണുമ്പോഴറിയാം മനസ്സിൽ എന്തോ കിടന്ന് നീറുന്നുണ്ടെന്ന്. എന്തായാലും ഡീറ്റെയിൽ ആയിട്ടൊരു മെഡിക്കൽ ചെക്കപ്പ് മസ്റ്റാ. അതും കൂടി കഴിഞ്ഞിട്ട് ഇനി ബാംഗ്ലൂരിൽ നിന്ന് പോയാൽ മതി. ഓ, അതിന്റെ ഒന്നും ആവശ്യമില്ല. എനിക്കൊരു അസുഖവും ഇല്ലടാ. നാളെ തന്നെ ചെക്കപ്പ് നടത്തണം. ഉറപ്പായിട്ട് നടത്തിയേ പറ്റൂ. എനിക്ക് ശാരീരികമായി ഒരു അസ്വസ്ഥതയില്ല മോനെ. പിന്നെ മനസ്സിനാണ് അസുഖം. റീനാമ്മ ഞാനും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മുമ്പങ്ങ് ഈ മട്ടി റീനാമ്മ ഞാൻ കണ്ടിട്ടില്ലല്ലോ. എന്താ പറ്റിയേ? ആ, എന്താ റീനാമ്മ, എന്നോട് പറയ്. എനിക്ക് എന്തോ ഒരൊറ്റപ്പെടൽ പോലെ, ഉള്ളില് ആകെ ഒരു വിങ്ങല്. പുറത്തു പറയാനാകാത്ത ചില സത്യങ്ങൾ എൻ്റെ മനസ്സിൽ കിടന്ന് നീറുകയാ. ശരിക്കും പറഞ്ഞ അനാഥാലയത്തിൽ നിന്ന് ഒരു ഒളിച്ചോട്ടമായിരുന്നു ഈ യാത്ര. നിന്നെ കണ്ടാൽ ഒരല്പ ആശ്വാസം കിട്ടുമെന്ന പ്രതീക്ഷയിൽ. മദർ എൻ്റെ മുഖത്ത് നോക്കി ചിലത് ചോദിച്ചപ്പോ ഞാനാകെ തകർന്നു പോയി മോനെ. കർത്താവിന് വേണ്ടി തിരുവസ്ത്രം ധരിച്ചവളല്ലേ ഞാൻ. നമ്മളെല്ലാവരും മനുഷ്യരല്ലേ നീനാമ്മേ. എന്തെങ്കിലും സത്യങ്ങൾ രഹസ്യമായി സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരുടെയും നന്മ കരുതിയായിരിക്കും എനിക്ക് ഉറപ്പുണ്ട്. നീനാമ്മ വിഷമിക്കരുത്. കൽക്കട്ടയിൽ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ. ഒന്ന് ഉറങ്ങി എണീക്കുമ്പോൾ എല്ലാം ശാന്തമാവും. കിടന്നോളൂ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.